വിദൂരതയിലോട്ട് കണ്ണു നട്ടിരിക്കുന്ന യുവജനം, അതാണ് ഇന്നത്തെ കണ്ടന്റ്. 3 പേരുണ്ട് ഫ്രെയിമിൽ. 1x ആണ്. പോസ് ചെയ്തോ അങ്ങോട്ട് വിദൂരതയിലോട്ട് കണ്ണ് നട്ടോ. ഒരു ഫോട്ടോ എടുത്ത് 2x വിദൂരതയിലോട്ട് കണ്ണ് നട്ടിരിക്കുന്ന 2 കീടങ്ങൾ. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2യുടെ കുറച്ച് ക്യാമറ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാം, അതിൻ്റെ കുറച്ച് ക്വാളിറ്റി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോണിൽ നമുക്ക് ഏതൊക്കെ രീതിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്ലോ മോഷനാണ് കാണിക്കുന്നത്. സ്ലോ മോഷനിൽ നമുക്ക് 1xലും 2xലും റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 1080p 120 മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2x ഇട്ടാലും നമുക്ക് 1080p 120 മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നമ്മൾ വീഡിയോ മോഡിൽ പോകുമ്പോൾ 1080p 60 റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 1080p 30 റെക്കോർഡ് ചെയ്യാം. 4Kയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ 30 FPS മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. 4Kയിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം 30 FPS ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി 1080pയിലോട്ട് പോകും. അതിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത് HDR ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗിഡ് ലൈൻ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. പിന്നെ മോർ സെറ്റിംഗ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ലൊക്കേഷനും പിന്നെ ഷട്ടർ സൗണ്ട് കാര്യങ്ങളൊക്കെ. ഷട്ടർ സൗണ്ട് നല്ല രസമായിട്ടാണ് കേൾക്കാം. അപ്പോൾ പിന്നെ മിറർ ഫ്രണ്ട് ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇടാൻ പറ്റും. ലെവല്, വാട്ടർ മാർക്ക്, അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ദെൻ ബാക്ക് പോയതിനു ശേഷം ഫോട്ടോ മോഡി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ HDR ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് 1x 50 മെഗാപിക്സലാണ് ഇട്ടിരിക്കണമെങ്കിൽ സൂം ചെയ്യാൻ പറ്റില്ല. നോർമലി ഉള്ളൊരു ആ ഒരു ഇതിൽ തന്നെ എടുക്കേണ്ടി വരും. നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് 12 മെഗാപിക്സൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ വൈഡ് 1x 2x അവിടെ നിന്ന് നമുക്ക് സൂം ചെയ്ത് 10x വരെ പോകാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ആസ്പെക്ട് റേഷ്യോ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 4:3, 16:9, അതുപോലെ തന്നെ ഫുള്ളിൽ എടുക്കാം. പിന്നെ 1:1 എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മോഷൻ ഫോട്ടോ ഓൺ ആക്കാം, ഓഫ് ആക്കാം. നമുക്ക് മറ്റേ ലൈവ് ഫോട്ടോസ് ഇല്ലേ, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോർട്രേറ്റ് മോഡുണ്ട്. പോർട്രേറ്റ് മോഡിൽ 1xലും 2xലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ പാമ എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്. അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടും. നമ്മൾ വിവിഡ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ പോർട്രേറ്റ് മോഡിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് 16 എന്ന് പറഞ്ഞത് പോർട്രേറ്റ് ഓഫും അതുപോലെ തന്നെ 0.95 ഉള്ളത്. പിന്നെ നമ്മൾ നത്തിങ് ഫോൺ 1ൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പോർട്രേറ്റിൽ 0.95 വെച്ചിട്ട് വരെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ മോറിൽ പോകുന്ന സമയത്ത് ടൈം ലാപ്സ്, പാനോരമ, പിന്നെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോ ഉണ്ടല്ലോ, പ്രോയിൽ ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു സാധനമാണ്. അത് ഓട്ടോമാറ്റിക്കലി തന്നെ വൈറ്റ് ബാലൻസും ISO ഒക്കെ നമുക്ക് ലൈറ്റ് മാറുമ്പം അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയിലോട്ടും ഫോട്ടോ ക്വാളിറ്റിയിലോട്ടും പോകും. ഗൈസ്, അപ്പം ഇതിൽ ലൈറ്റ് കത്തുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ലൈറ്റ് ഒന്നും കത്തിച്ച് കാണിക്കണമല്ലോ. നമുക്ക് നേരെ വീഡിയോ പർപ്പസ് ആൻഡ് ഫോട്ടോ പർപ്പസിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കുന്നത് തന്നെ ഇതാണ് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്. ഇത്ര നേരം യൂസ് ചെയ്യാതെയൊക്കെ വെച്ച് പോക്കറ്റ് ഇട്ടിട്ട് എടുത്തതാണ്. ഔട്ട്ഡോറിൽ പീക്ക് ബ്രൈറ്റ്നസ് ഇത്രയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ആയിരിക്കും ബ്രൈറ്റ്നസ്. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്ലോ മോഷൻ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നത്തിങ് ഫോൺ 2Aയിൽ റെക്കോർഡ് ചെയ്യുന്ന 1080p 120 FPS ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. നമുക്ക് അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മെയിൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് 2xലോട്ട് സ്വിച്ച് ചെയ്യാം. അതായത് മെയിൻ ക്യാമറയിൽ തന്നെ ജസ്റ്റ് സൂം ഇൻ ആയിട്ട് 2xലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 120 FPS ആയതുകൊണ്ട് ആ ഒരു പിടുത്തം പിടിക്കാതെ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കത്തില്ലേ, അതുപോലെയാണ് സൂം ഇൻ ആയിട്ട് പോകുന്നത്. ഈ കാണുന്ന പോലെയാണ്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാം. വീഡിയോ മോഡ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അൾട്രാ വൈഡിൽ 1080p 60 നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 60 FPS ആണ്. അൾട്രാ വൈഡിൽ നമുക്ക് 1080p 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് സൂമിന് സൂം ഔട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അൾട്രാ വൈഡിൽ മാത്രമേ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്രാ വൈഡ് അടിപൊളിയാണ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 1x ക്വാളിറ്റി നമുക്ക് നോക്കാം. 1xൽ നിന്നും സൂമിന് എങ്ങോട്ടാണ് നോക്കാം. നമ്മൾ ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നല്ല സൈലൻസ് ഉള്ളതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിനെ പഴയ നിലം എന്നാണ് പറയുന്നത്. മിസ്റ്റർ ഷെഫ് അലൻ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും 1xൽ ഇതിൻ്റെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1xലാണ്. നമ്മൾ അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്യുന്നതിനും കുറച്ചുകൂടെ ആ ഒരു ഷാർപ്നെസ് കൂടുതൽ ഫീൽ ചെയ്യണുണ്ട്. അതാണ് ഇതിൻ്റെ ആ ഒരു 1x, അതായത് മെയിൻ ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി. അവിടെ നമുക്ക് സൂം ഇൻ ചെയ്ത് എത്ര വരെ പോകാമെന്ന് പറഞ്ഞാൽ 10x വരെ പോകാൻ പറ്റും. ഈ 10x വരെ സൂമിന് നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ 1xൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് 2xലോട്ട് അല്ലാതെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഒരു ക്യാമറയാണ്, അതിൽ നിന്നാണ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കയറുന്നതാണ്. അപ്പം സൂമിന് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ ഫ്രെയിം പിടുത്തം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാറ്റിപ്പോൾ അടിക്കുന്നുണ്ട്, അപ്പോൾ ആ സൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഗൈസ്. ഇതാണ് ആ ഒരു ക്വാളിറ്റി. അവിടെ കൊക്കൊക്കെ ഇരിപ്പുണ്ട്. സൂമിനൊന്നും അത്രയൊന്നും ചെയ്യേണ്ട. 1xൽ റെക്കോർഡ് ചെയ്യാൻ അത്യാവശ്യം കൊള്ളാടെ ഈ റേറ്റിനുള്ള സ്മാർട്ട് ഫോണിൽ. നമുക്കിനി കുറച്ച് ഫോക്കസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഈ 1xൽ തന്നെ അവിടെ കുറച്ച് പൂക്കൾ നിൽപ്പുണ്ട്. അപ്പോൾ പൂക്കളിൽ ഫോക്കസ് കിട്ടുന്നുണ്ടോ. ഈ ഫോണിൻ്റെ ഫ്രെയിം നല്ല ഗ്രിപ്പുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് വലിയ കലിപ്പൊന്നുമില്ല ഫോൺ പിടിച്ചുകൊണ്ടിരിക്കാൻ കേസ് ഇല്ലാതെയും. ഇങ്ങനെ കൊണ്ടുവന്ന് ടാപ്പ് ചെയ്തപ്പോൾ
ഫോക്കസ് പിടിച്ചിട്ടുണ്ട്. ടാപ്പ് ചെയ്തപ്പോഴാണ് ഫോക്കസ് പിടിച്ചിട്ടുള്ളത്. 2x ഇടുമ്പോഴും ഇതാ ഫോക്കസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്യണം. ആ ഒരു ഉറുമ്പിനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാപ്പ് ചെയ്തതുകൊണ്ടാണ് അതിൽ കാണിച്ചത്. ഞാൻ ഇവിടെ 1x ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്കിങ്ങനെ നമ്മുടെ എക്സ്പോഷർക്ക് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് തന്നെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമുക്കിങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവിടെ നിന്ന് നമ്മൾ വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1x നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാനൊരു കുറച്ച് സൗണ്ടിലാണ് സംസാരിക്കുന്നത്. മൈക്ക് ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. ക്യാമറയുടെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1080p 60 fps ആ ഒരു ക്വാളിറ്റി. ഇനി 4K 30 fps നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഗൈസ് 4K 30 fps റെക്കോർഡ് ചെയ്യുന്നത്. നത്തിങ് ഫോൺ 2യിൽ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് 60 fps കിട്ടില്ല. 4K അൾട്രാ വൈഡ് 30 fps നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് മാക്സിമം 60 എടുക്കാൻ നോക്കുക. 1x തന്നെ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ താഴെ വീണ് ഡപ്പയായ നമ്മൾ ഇതെന്താ ചെളിയൊക്കെ കോരിയിട്ട ഇങ്ങനെ എന്താ ഇതൊക്കെ ഉണ്ട് ഗൈസ്. നല്ല കട്ടി കുറഞ്ഞ ചെളിയാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ വേരും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്താൽ പിന്നെ നമ്മുടെ വേറെ ഏതൊക്കെ ഫോണൊക്കെ ഇവിടെ നിന്ന് എടുത്ത ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ്, അത്യാവശ്യം അൾട്രാ വൈഡാണ് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് വീഡിയോ ക്വാളിറ്റിയും കൂടെ നോക്കാം ഗൈസ്. ഫ്രണ്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് 1080p 30 and 60 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ 60 റെക്കോർഡ് ചെയ്യാനേ നോക്കുള്ളൂ. 30 നിങ്ങൾ കാണണ്ടല്ലോ. ഇപ്പോൾ സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ നല്ലൊരു ഒഴുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. വെട്ടം ഇവിടെ നിന്നാണ് അടിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കും. നമ്മൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മളെ മുഖത്ത് നല്ലൊരു മുഖത്തൊക്കെ നല്ലൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കുറച്ചൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിന്നിൽ ഇതിൽ കൂടെ കാണുന്ന സമയത്ത്. ഞാൻ തള്ളിയത് എനിക്ക് തന്നെ കിട്ടി. ആ ബ്യൂട്ടിയിലെ കാര്യമാണ് കേട്ടോ. ബ്യൂട്ടി അല്ല, സോഫ്റ്റ്നെസ്. നമുക്ക് സ്കിന്നിലൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. അപ്പോൾ കാറ്റിന് സൗണ്ട് കിട്ടണമെന്നുള്ളത് നോക്കിയാൽ മതി. ഫോണ് വെയിറ്റ് ഇല്ലടേ, കുറച്ച് നല്ല ബൾക്കി, അതായത് കുറച്ച് ബൾക്കി ആയിട്ട്, അതായത് തിക്നെസ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടല്ലടേ, എന്നാലും ഒരു ചെറിയൊരു ഇതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ കലിപ്പൊന്നുമില്ല. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. കൊള്ളാം കേട്ടോ. ഫ്രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി. അപ്പം നമുക്കിനി അടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ പരിപാടി നോക്കാം. ഇപ്പം വീഡിയോ മോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തായിരുന്നല്ലോ. ആ ഒരു കാറ്റടിക്കണ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അതിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. അപ്പോൾ ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കിയോ. സ്ലോ മോഷൻ എന്താണ്ട് വീഡിയോയിൽ സ്വിച്ച് ചെയ്തു, ഫോട്ടോയിൽ സ്വിച്ച് ചെയ്തു, പോർട്രേറ്റ്, മോറ് ഇതൊക്കെ എടുത്തിട്ടും വലിയ ഹാങ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമുക്കിനി നേരെ ഫോട്ടോ മോഡിൽ തന്നെ പോകും. ഫോട്ടോ മോഡിൽ നമുക്ക് അൾട്രാ വൈഡിൽ വണ്ടിയിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് പോയിട്ടാ ഈ ഒരു ഫോട്ടോ എടുക്കാമേ. അൾട്രാ വൈഡ് എടുത്തു. 16:9 ആണ് കേട്ടോ. 1x മെയിൻ ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ വണ്ടിയിലെ ഫ്രണ്ട് ഡിസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. 2x ഇവിടെ യമഹ RX അത് നിങ്ങൾ നോക്കണ്ട. ബാക്കിയുള്ളത് അത് നമ്മൾ ഒട്ടിച്ചിരിക്കണം ഗൈസ്. ഇങ്ങനെ 2x എടുക്കാം. 1x ബൊക്കെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പിടിക്കണം നോക്കട്ടെ. ക്ലോസ് പോകുമ്പോൾ കുഴപ്പമില്ല. ക്ലോസ് പോകുമ്പോൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തേക്കാം. മീറ്ററിൻ്റെ ഒരു ഫോട്ടോ 1x എടുക്കാം. ഇതൊക്കെ ഇതിൻ്റെ 2x എടുത്താണ്. 2x കുഴപ്പമില്ല. 1x ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ചില ഫോണുകളൊക്കെ നമ്മൾ 2x സ്വിച്ച് ചെയ്യുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ മെയിൻ ക്യാമറയിൽ നിന്ന് തന്നെ സ്വിച്ച് ചെയ്ത് പോയതാണ് അങ്ങോട്ട്. അതായത് സെപ്പറേറ്റ് ക്യാമറയും കാര്യങ്ങളൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ ഇപ്പോൾ വണ്ടി അവിടെ വന്നാൽ നിങ്ങൾ നോക്കിയാൽ അതേ ഒരു ക്വിക്ക് ത്രോട്ടലിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഫോട്ടോ ക്വാളിറ്റി. പിന്നെ പോർട്രേറ്റ് നമുക്ക് എടുക്കാം. പോർട്രേറ്റ് ഇപ്പം നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റ് അല്ലാതെ വണ്ടിയുടെ അത് കിട്ടുമെന്ന് നോക്കാം. അപ്പർച്ചർ വാല്യൂ നമുക്ക് 2.8 അപ്പർച്ചർ ഇട്ടിട്ട് നമുക്കത് വണ്ടിയിലൊന്ന് ടാപ്പ് ചെയ്യാതൊരു ഫോട്ടോ എടുക്കാം. അതിൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് അതിപ്പോൾ കാണിച്ചു തരാം. പോർട്രേറ്റ് അത്ര വലിയ സുഖം തോന്നണില്ല. നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കാം. ടാപ്പ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഇതാണ് ആ വണ്ടിയുടെ ഒരു പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് 2x കൂടെ നമുക്കൊന്ന് വണ്ടിയുടെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. 2x കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഫോട്ടോ എടുത്ത് നോക്കാം. പോർട്രേറ്റ് 2x പോർട്രേറ്റ് ലോഡാവാൻ ഇച്ചിരി സമയമുണ്ട്. ആ ഒരു 2x പോർട്രേറ്റ് കുഴപ്പമില്ലടെ. ബൊക്കെയൊക്കെ ആ ഒരു സ്മൂത്ത് ബൊക്കയല്ല, എന്നാലും കൊള്ളാം. ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിനെ കൂടെ നമുക്ക് എടുക്കാം. പോസ് ചെയ്താ പോർട്രേറ്റ് എടുക്കാൻ പോവുകയാണ്. വിദൂരതയിലോട്ട് കണ്ണു നട്ടിരിക്കുന്ന യുവജനം, അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഒരു ഫോട്ടോ എടുത്ത് 2x വിദൂരതയിലോട്ട് കണ്ണ് നട്ടിരിക്കുന്ന 2 കീടങ്ങൾ. ഓക്കെ, രണ്ടിൻ്റെ ഫോട്ടോ ക്വാളിറ്റി കാണിച്ചു തരാം. ഇതവിടെ ലോഡാവുന്നു. കൊള്ളാല്ലേ വിദൂരത. പോർട്രേറ്റ് കുറച്ച് കുറയ്ക്കണം, ഒന്നുകൂടെ എടുക്കാം. അത്രയും വേണ്ട ഗൈസ്. 2.8 അവിടെ വേണ്ട. നമുക്കൊരു 5.6 വിദൂരത എടുക്കാം ഗൈസ്.
വിദൂരതയിൽ 2x ആണ് ഗൈസ് വിദൂരത. നാക്കൊക്കെ പിടിക്കണം പുല്ല്. ഒരു ഫോട്ടോ എടുത്തു. നമുക്ക് 1x അതെടുക്കാം. 5.6 ആണ് 1x. ഓക്കെ എടുത്തിട്ടുണ്ട്. മവണേ നൈസ്. ഉറങ്ങി അരവിന്ദ് ഉറങ്ങി. കുഴപ്പമില്ല, ഞാൻ മറ്റേ ഇതിട്ട് കാണിച്ചു തരാടേ. അതായതാണ് പാമ നമ്മളെ വിവിട് പോലെ ഇടേ. അരവിന്ദേ മാസ് ഇട്ടോ പാമയാണ് ഇത്. 2x. വാവ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പാമ കൊള്ളാം കേട്ടോ. പാമയെന്ന് പറയുമ്പോൾ എന്നെ LKG പഠിക്കുന്ന സമയത്ത് ഫാമ ആൻറ്റി ഉണ്ടായിരുന്നു സ്കൂളിൽ. അവരെയാണ് ഓർമ്മ വന്നത്. ഭയങ്കര കളറല്ലേ പാമ. വിവിടി മാസിടാൻ പറഞ്ഞാൽ നീ മാസ് എറിഞ്ഞിട്ടേക്കണ്. ഇറങ്ങി ആലയ്ക്ക് കളഞ്ഞു ഗൈസ്. അപ്പോൾ അതാണ്. ഇനി പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ കൂടെ നമുക്ക് നോക്കാം ഗൈസ്. പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ അതെൻ്റെ സെൽഫി തന്നെ ആവാം. ഓക്കെ, പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ പാമയിലാണ് ഇപ്പോൾ എടുത്തത്. പാമ നമുക്ക് മാറ്റിയിട്ട് മര്യാദയ്ക്ക് എടുക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹാങ് ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ്. നോർമൽ എടുക്കാം, പാമ വേണ്ട. ഇതാ ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഫ്രണ്ട് എടാ എൻ്റെ ഫ്രണ്ട് ക്യാമറ അവന്മാർ നല്ല പണി എടുത്തിട്ടുണ്ടേ. കൊള്ളാം. സെൽഫി പോർട്രേറ്റ് നോക്ക്. കൊള്ളാമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിലെ വണ്ടി വരെ നോക്കിയാണ് അവന്മാർ അതിനെ ഇതാക്കി ഫോക്കസ് അതിനും കൂടെ കൊടുത്തിട്ടുണ്ട്. സെൽഫി നമുക്ക് എല്ലാവർക്കും കൂടെ സെൽഫിയിൽ കിട്ടുമോ നോക്കാം. ഹ്യൂമൻ സബ്ജക്റ്റ് അല്ല. ഓക്കെ, പോർട്രേറ്റ് അവന്മാരെ ബ്ലറാക്കുമോ നോക്കാം. പോർട്രേറ്റിലൊരു ചെറിയ പിടുത്തമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ കിടിലം ഫോട്ടോ കളിയാ. സൂപ്പർ ഫോട്ടോ അല്ലേ? സ്റ്റോറി ഇടാനും കൂടെ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ സൂപ്പർ ഫോട്ടോ ഇടേ. നല്ല ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് കിടിലോടെ. ഫ്രണ്ട് സെൽഫി എടുക്കണമെന്നുള്ളവർക്ക് നിങ്ങൾ എടുത്തോടെ, കുഴപ്പമില്ല. സെറ്റ് സാധനം. പിന്നെ മോറിനകത്ത് ടൈം ലാപ്സ്, പാനോരമ എക്സ്പേർട്ട് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ലാഗ് കാര്യങ്ങൾ. ഇത്രയും നേരം ക്യാമറ യൂസ് ചെയ്തിട്ട് ഹീറ്റ് ഇല്ലടേ. MediaTek 7200 Pro ഹീറ്റ് ഇല്ലടേ. അത് കൊള്ളാം കേട്ടോ. ഇത്രയും നേരം നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇത്ര യൂസ് ചെയ്തിട്ട് ഹീറ്റ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടേ. ആ ഒരു പരിപാടി കൊള്ളാം. സെൽഫി ക്യാമറ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. അൾട്രാ വൈഡിൽ 1080p 60 ഷൂട്ട് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ നടക്കണവരുണ്ടെങ്കിൽ എടുക്കാതെ. ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ പറഞ്ഞതായി ഈ ഒരു ഫ്രെയിം കണ്ട, ഒരു ഫ്രെയിം മാറ്റ് കണ്ട, മാറ്റ് ബ്ലാക്ക്. ആ ഒരു മാറ്റ് ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവുന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ കേട്ടോ. സ്ലിപ്പ് ആവുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടം. വെയിറ്റ് ഇല്ല. അത് ഇത് കണ്ട കാറ്റടിക്കണേ. ഇപ്പം കാറ്റടിക്കണേ. ബാക്ക് ഒബ്വിയസ്ലി സ്ലിപ്പറാണ്. അതൊക്കെ എന്തായാലും കേസ് ഇടും. ഇവിടെ മാത്രം ലൈറ്റ് കാണാൻ പറ്റുന്ന രീതിക്കുള്ള കേസ് കാര്യങ്ങൾ വരും. 2 കണ്ണ് കൊള്ളാടെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സെൽഫി ക്യാമറ എന്തായാലും കൊള്ളാടെ. നത്തിങ് ഫോൺ 2A കൊള്ളാം. അപ്പം വേറെ ഏതെങ്കിലും ഫോണിൻ്റെ ക്യാമറ റിവ്യൂസ്, ബാക്കി ഓവറോൾ പെർഫോമൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. നമുക്കത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറയുക ഗൈസ്. വലിയ ഹീറ്റിംഗ് ഇല്ലടേ. കാരണം ചെറിയ നോർമലി അതായത് നമുക്ക് എടുത്ത് പറയാൻ തക്കത്തിനുള്ള ഹീറ്റിംഗ് കാര്യങ്ങൾ. നമ്മൾ നോർമലി ഇങ്ങനെയാണ് ക്യാമറാസൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യണത്. ആ സമയത്ത് ഒട്ടുമിക്ക ഫോണിൽ ഹീറ്റ് ആവാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ലടേ. എന്തായാലും കൊള്ളാം. അപ്പം ഡു കമൻറ്റ് ഗൈസ് ഏതെങ്കിലും വേണമെന്ന് വെച്ചാൽ. ബൈ.